അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. അദ്ദേഹത്തിന് കപടഭക്തി ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഭക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ ബാവ തിരുമേനിയുടെ വാക്കിൽ തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ അപദാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ ചെയ്ത ചരമപ്രസംഗത്തിൽ ഇങ്ങനെ അത് നാം വായിക്കുന്നുണ്ട്. ആത്മീയ പ്രകാരവും അദ്ദേഹം ഒരു മഹാനും യാതൊരു കറയും കുറവുമില്ലാത്തവനുമായിരുന്നെന്നാണ് നമ്മുടെ അഭിപ്രായം. പലർക്കും അതറിയുന്നതിനും സാധിച്ചിട്ടില്ല. അന്ന് മാത്രമല്ല, ഇന്നും അത് സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അത് അശേഷം ഭാവിക്കുന്ന ആളല്ലായിരുന്നു. നമ്മുടെ കർത്താവ് ഉഗ്രമായി ശപിച്ചിട്ടുള്ള കപടഭക്തിയുടെ നിഴൽ പോലും അദ്ദേഹത്തിലില്ലായിരുന്നു. നമ്മൾ ആരോടടുത്ത് ഇടപെടുന്നു അവരുടെ ജീവിത രഹസ്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കുന്നതാണല്ലോ. നാം ചെറുപ്പം മുതൽ അദ്ദേഹത്തോടു കൂടി താമസിച്ചിട്ടുള്ളവനും അടുത്ത് പെരുമാറിയിട്ടുള്ളവനും അത്രേ. ദൈവത്തിന് ഇഷ്ടമുള്ള നടപടികളല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ നാം യാതൊന്നും കണ്ടിട്ടില്ല. ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം എത്ര ക്രമവും നിഷ്ഠയുമുള്ളവനായിരുന്നു എന്നതിന് നാം ദൃക്സാക്ഷിയാണ്. നിത്യവുമുള്ള വേദവായന, യാമങ്ങൾ തോറുമുള്ള നമസ്കാരങ്ങൾ, വിശിഷ്യ പാതിരാത്രിക്ക് പോലും നോമ്പാചരണങ്ങൾ എന്നിവയൊക്കെയും കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഭാതം വരെ നിർവിഘ്നം അദ്ദേഹം അനുഷ്ഠിച്ചു വന്നു. രോഗശയ്യയിലായി സംസാരശക്തി ക്ഷയിച്ചിട്ടും യാമങ്ങളിൽ അദ്ദേഹം കുരിശു വരച്ച് നമസ്കരിക്കുമായിരുന്നു. ഇത്തരത്തിലാണ് അദ്ദേഹത്തോടൊപ്പം ഏറെക്കാലമായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ കുറിച്ചു വെച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കെന്താണ് സംഭവിക്കുക? നമുക്കെന്തുകൊണ്ടാണ് ചില പഴികൾ കേൾക്കുമ്പോൾ, ചില നിന്ദകൾ കേൾക്കുമ്പോൾ, ചില ട്രോളുകൾ കാണുമ്പോൾ മനസ്സുലയുന്നത്? നമുക്ക് ഭക്തിയില്ല, നമ്മുടേത് കപടഭക്തിയാണ്. തികഞ്ഞ ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ടാണ് ഈ പിതാവ് ഇന്ന് നാം ഏറ്റുവാങ്ങുന്ന നിന്ദകൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറമായ ആക്രമണങ്ങൾ വരെ, വധശ്രമം വരെ ഏറ്റുവാങ്ങിയ പരിശുദ്ധ പിതാവ് നിർഭയം തൻ്റെ കാലഘട്ടത്തെ അതിജീവിക്കുന്നത് ആഴമേറിയ ദൈവാശ്രയത്തിൽ നിന്ന് മാത്രമാണ്. അവിശുദ്ധമായ രാഷ്ട്രീയ ബാന്ധവങ്ങളിലല്ലല്ലോ നാം ആശ്രയിക്കേണ്ടത്. മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരുടെ പിന്തുണയിലല്ലല്ലോ നാം ആശ്രയിക്കേണ്ടത്. നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. അതാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യസ് തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നത്.